2024 മോഡൽ റേ ZR 125 ഹൈബ്രിഡ് മോഡൽ, അതായത് നമുക്ക് ഫുൾ ഓപ്ഷൻ എന്ന് പറയാം. ഈ മോഡലിലാണ് ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് വരുന്ന ഫുൾ ഓപ്ഷൻ മോഡലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് നോക്കാം. ഓവറോൾ ഡിസൈനും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കണ്ണോടിച്ച് നോക്കാം. കണ്ടോ, ഇതാണ് വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് വരുന്നത്. സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമായോ അല്ലേ എന്നുള്ള കാര്യം എന്തായാലും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഈ ഫ്രണ്ട് അപ്പിയറൻസും കൂടി നമുക്കൊന്ന് നോക്കാം. ഇനി നേരെ ഡിയോയിലേക്ക് കിടക്കാം. ഇത് 2024 പ്രോപ്പർ 2024 ജനുവരി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഡിയോ 125 സ്റ്റാൻഡേർഡ് മോഡലാണ്. ഇതിൻ്റെ മേളിലായിട്ട് ഒരു വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്. അതാകുമ്പോൾ എച്ച് സ്മാർട്ട് എന്നാണ് അതിൻ്റെ പേര്. എച്ച് സ്മാർട്ട് എന്ന് പറയും. നമുക്ക് അഡീഷണൽ ആയിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് കിട്ടുന്നുണ്ട്. പിന്നെ സേഫ്റ്റിക്കായിട്ട് എച്ച് സ്മാർട്ട് കീ വരും. അതായത് സെൻട്രൽ ലോക്കിംഗ് ഉള്ള കീ, സ്മാർട്ട് കീ വരുന്നുണ്ട്. കാറുകളിലൊക്കെ പോലെ സ്മാർട്ട് കീ കൂടെ എച്ച് സ്മാർട്ട് മോഡലിന് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ വാക്ക് അറൗണ്ട് ഡിസൈൻ. ഇതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എന്തായാലും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം ഞാൻ. അപ്പോൾ ഫ്രണ്ട് മിറേഴ്സ് എല്ലാം വരുന്നത് ഒരു മാറ്റ് ബ്ലാക്ക് കളറുള്ള മിറേഴ്സാണ് നമ്മുടെ റേ ZR വരുന്നത്. പിന്നെ അത് കൂടാതെ ഫ്രണ്ടിൽ ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അടിപൊളി വൈസർ, ലോങ് ആയിട്ടുള്ള വൈസർ വരുന്നുണ്ട്. വൈ ഷേപ്പിലുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരും. അത് കൂടാതെ ബ്ലൂ കോർ ഹൈബ്രിഡിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൊരു ബാഡ്ജിങ് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട് ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഫ്രണ്ട് ക്ലാമ്പ് കൂടെ വരുന്നുണ്ട്. ഫ്രണ്ട് പോർഷൻസ് എല്ലാം തന്നെയും ഫൈബർ മെറ്റീരിയലാണ്. കൂടാതെ ഇതിൻ്റെ ലൈറ്റ്സ് വരുന്നത് സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. 3 ലൈറ്റ് കമ്പൈൻ ചെയ്തിട്ടുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് വരുന്നത്. സ്കൂട്ടറിൻ്റെ ആ ഒരു സ്പോർട്ടിനെസ് ഫില്ല് ചെയ്യാനായിട്ട് നല്ലൊരു ബോഡി ക്ലാഡിങ്സ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 90 12 ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് മഡ് ഗാർഡ് ഫുൾ മെറ്റലാണ് വരുന്നത്. ഈ ഒരു സ്പെഷ്യൽ ഡിസൈൻ ആയിട്ടുള്ള ഗ്ലോസി ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. 190 mm ഡിസ്ക് ബ്രേക്സും ഫ്രണ്ടിൽ വരുന്നുണ്ട്. വെന്റിലേറ്റഡ് ഡിസ്ക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ കാലിപ്പർ സിംഗിൾ പിസ്റ്റൺ കാലിപ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഹോണ്ട ഡിയോയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ മിറേഴ്സ് എല്ലാം പഴയ 2023 മോഡലിൽ നിന്ന് മാറി പുതിയ ഷേപ്പായി മാറിയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക്, മാറ്റ് ബ്ലാക്ക്, കാർബൺ ഫൈബർ 3 കളർ മിക്സ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ഡിസൈനാണ് വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടുള്ള ചെറിയ ഒരു ഏലിയൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്ന LED DRLs ആണ് നമ്മുടെ ഡിയോ 125 വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഒരു പീസ് കൂടെ വരുന്നുണ്ട്. ഹോണ്ടയുടെ ബാഡ്ജിങ് വരും. അതിന് താഴെ നമ്പർ പ്ലേറ്റ് ഫിക്സ് ചെയ്യാനുള്ള ക്ലാമ്പ് കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ HID ഹെഡ്ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സ്പ്ലിറ്റ് ആയിട്ടുള്ള ബൾബുകളാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റിൻ്റെ മേളിലൂടെ ഒരു ക്രോമിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു റിച്ച് അല്ലെങ്കിൽ ഒരു ലക്ഷറി ഫീൽ കിട്ടാനായിട്ട് ഇതാണ് ബൾബുകൾ വരുന്നത്. ഒരു ബോഡി മൗണ്ടഡ് ആയിട്ടുള്ള ഹാലജൻ ബൾബ് യൂസ് ചെയ്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഫുള്ള് മാറിയിട്ടുണ്ട്. നല്ല ബോൾഡായിട്ടുള്ള ഒരു ബോഡി ഗ്രാഫിക്സ് ആണ്. നിയോൺ ഗ്രീൻ കളറും സിൽവറും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി ബോഡി ഗ്രാഫിക്സ് വരും. അതിന് ചുറ്റുമായിട്ട് കാർബൺ ഫൈബറിൻ്റെ മെറ്റീരിയൽസും കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു സ്പോർട്ടി ഫീൽ ഇടുന്നുണ്ട്. ഫ്രണ്ട് മഡ് ഗാർഡ് ഫൈബർ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സേഫ്റ്റിക്കായിട്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് 2 സ്കൂട്ടറിലും വരുന്നത്. ഞാൻ റേ ZR പറയാൻ വിട്ടുപോയി. ഫ്രണ്ട് 2 മോഡലും ടെലസ്കോപ്പിക് സസ്പെൻഷൻ സ്റ്റേബിൾ ആയിരിക്കും. നല്ല സ്റ്റെബിലിറ്റി നമ്മുടെ സ്കൂട്ടറിന് ലഭിക്കുന്നതാണ്. അതുകൂടാതെ നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ടയർ 90 12 ട്യൂബ്ലെസ് ടയറാണ് ഡിയോന് വരുന്നത്. ചെറിയ ടയറാണ്. 12 ഇഞ്ച് സ്പോർട്ടി അലോയ് വീൽസ് വരുന്നുണ്ട്. എച്ച് സ്മാർട്ട് മോഡലിൽ 190 mm ഡിസ്ക് ബ്രേക്ക് വരും. നോർമൽ സ്റ്റാൻഡേർഡ് മോഡലാകുമ്പോൾ 130 mm ഡ്രം ബ്രേക്ക് സപ്പോർട്ടായിരിക്കും സ്കൂട്ടറിന് വരിക. ഇതാണ് ബ്രേക്കിൻ്റെ സിസ്റ്റം വരുന്നത്. കോംബി ബ്രേക്ക് സപ്പോർട്ട് 2 മോഡലും വരും. അതിപ്പോൾ യമഹക്കാവുമ്പോൾ SBS ബ്രേക്കിംഗ് എന്ന് പറയും, ഹോണ്ടയ്ക്ക് കോംബി ബ്രേക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ 2 ബ്രേക്കിംഗ് പ്രൊപ്പോഷണലായിട്ട് അപ്ലൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സേഫ്റ്റി ആയിട്ട് നമുക്ക് വണ്ടി ലാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ZRൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ്. വീൽ ബേസ് 1280, വെയിറ്റ് 98 kg ആണ്. നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അത് കൂടാതെ ടേണിംഗ് റേഡിയസും കുറവാണ്. നമുക്ക് സിറ്റിയിലൂടെ ക്രൂസ് ചെയ്യേണ്ടത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഫുഡ് സ്പേസ് വരുന്നത് നല്ലൊരു അടിപൊളി ഫുഡ് സ്പേസ് ആണ്. ഒരു 6 അടി പൊക്കമുള്ള ആളിരുന്നാൽ തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് ബാക്കി ലഭിക്കുന്നതാണ്. നല്ല ആ ഒരു കോക്പിറ്റിനും നല്ലൊരു ഡിസൈൻ, നമുക്ക് ഇരുന്നാൽ തന്നെ നല്ലൊരു സ്റ്റാൻഡ് ഫീൽ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കീ ട്രഡീഷണൽ ആയിട്ടുള്ള യമഹയുടെ R15 വരുന്ന പോലെ, LFCയിൽ വരുന്ന പോലെ കീ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ച് ആണ്. കീ സ്വിച്ചിൽ നിന്ന് തന്നെയാണ് സീറ്റ് ഓപ്പൺ ചെയ്യുന്നതും. ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഫുൾ കണക്ടിവിറ്റി ഉള്ളൊരു മീറ്ററാണ് നമുക്ക് വരുന്നത്. യമഹ കണക്ട് ആപ്പായിട്ട് കണക്ട് ചെയ്താൽ കോള്, SMS, ബ്ലൂടൂത്ത്
എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ കാണിക്കും, 10/10 നാവിഗേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കുറച്ച് ഫീച്ചേഴ്സ് അഡീഷണൽ ആയിട്ട് വരും. ഇപ്പോൾ ഒരു റേഞ്ച് എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. അതായത് നമുക്കുള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ വാഹനം ഓടും എന്ന് കാണിക്കും. ലാസ്റ്റ് റണ്ണിൽ എത്ര ആവറേജ് മൈലേജ് കിട്ടി, കറണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഫാൻ ബെൽറ്റ്, ഓയിലിൻ്റെ എല്ലാം ഡാമേജസ് എന്തെങ്കിലും വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വണ്ടിയിൽ കാണിക്കും. അതെല്ലാം കൂടാതെ ഈ വലത്തെ സൈഡിൽ അസിസ്റ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും ഇൻഡിക്കേറ്റർ ഡിം ബ്രൈറ്റിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നോർമൽ സ്കൂട്ടറുകൾ കാണിക്കുന്ന പോലെ കാണിക്കും. ഇതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള ഒരു അപ്പിയറൻസ് വരുന്നത്. ഇനി നമുക്ക് സ്വിച്ചസ് കൂടെ ഒന്ന് പരിചയപ്പെടാം. സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ, ഹോൺ വരുമ്പോൾ വലത്തെ സൈഡിൽ അസിസ്റ്റീവ് സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെയും സെൽഫ് സ്റ്റാർട്ടിൻ്റെയും സ്വിച്ചസ് ആണ് നമുക്ക് ZR ലഭിക്കുന്നത്. ഡിയോയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 171 mm ആണ്. അതെ, ഡിയോക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. വെയിറ്റ് 104 കിലോഗ്രാം വരും, വെയിറ്റും കൂടുതലാണ്. വീൽ ബേസ് വരിക 1260 mm ആണ്. ഡിയോൻ്റെ ഫുഡ് സ്പേസ് വരും, നല്ല ഡീസൻറ്റ് ഫുഡ് സ്പേസ് തന്നെ ഡിയോന് നമുക്ക് ലഭിക്കുന്നുണ്ട്. 6 അടി പൊക്കമുള്ള ആളിരുന്നാൽ പോലും നമുക്ക് ഫ്രണ്ടിലായുള്ള കാല് മുട്ടൊന്നുമില്ല. ഈ ഡിയോൻ്റെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ് ഇതാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും എന്തായാലും കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുക. ഇനി ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഡിയോ ആകുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ അഡീഷണൽ കിട്ടുന്നുണ്ട്. അതിലേറ്റവും ആദ്യമായി പറയേണ്ടത് ഫ്രണ്ടിൽ ഗ്ലോ ബോക്സ് സ്റ്റോറേജ് ആണ്. നമുക്ക് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ ലേഡീസിൻ്റെ പേഴ്സെല്ലാം ഇട്ട് വയ്ക്കാൻ പറ്റുന്നൊരു ഗ്ലോ ബോക്സ് സ്റ്റോറേജ് സ്കൂട്ടറിന് കമ്പനി തരുന്നുണ്ട്. അതുകൂടാതെ ഇൻറ്റീരിയർ ഗ്ലോസി ബ്ലാക്കും കാർബൺ ഫൈബറും മിക്സ് ആയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്റർ നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഈ ഏകദേശം നമ്മുടെ ZRൽ പറഞ്ഞ ഓൾമോസ്റ്റ് സെയിം ടു സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഡിയോൻ്റെ മീറ്ററിലും വരുന്നത്. പിന്നെ കീ സ്വിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി ഫംഗ്ഷൻ കീ സ്വിച്ചാണ് ഇതിലും വരുന്നത്. സീറ്റും അതുപോലെ തന്നെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചസ് ഈ മൾട്ടി ഫംഗ്ഷൻ കീയിൽ നിന്ന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന 2 ഹുക്ക് 2 സ്കൂട്ടറിലും വരുന്നുണ്ട്. ഇനി നമുക്ക് ZRൻ്റെ സീറ്റ് ഒന്ന് പരിചയപ്പെടാം. 2 ആൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന ZRൻ്റെ സീറ്റിൻ്റെ കളർ വരുന്നത് മാറ്റ് ബ്ലാക്ക് കളറാണ്. അതുകൂടാതെ വൈറ്റ് സ്റ്റിച്ചിങ്ങും യമഹയുടെ ഒരു ബാഡ്ജിങ്ങും ZRൻ്റെ സീറ്റിൽ ഓൾറെഡി വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളതും റൗണ്ട് ഷേപ്പിലുള്ളതുമായ മാറ്റ് ബ്ലാക്ക് കളറുള്ള ഒരു അടിപൊളി റിയർ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. സീറ്റിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് 785 mm ആണ്. വാഹനത്തിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 5.2 ലിറ്ററാണ്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ താഴെയുള്ള സ്പേസ് വരുന്നത് 21 ലിറ്ററാണ്. ഇതാണ് 21 ലിറ്റർ സ്പേസ് വരുന്ന ആ ഒരു സ്റ്റോറേജ് വരുന്നത്. ഫ്യൂവൽ അടിക്കണമെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സീറ്റ് തുറന്നു കൊടുക്കേണ്ടി വരും. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള E20 ഫ്യൂവൽ സപ്പോർട്ടായിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. അതുകൂടാതെ OBD2 സെൻസറും ഈ സ്കൂട്ടറിൽ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 20% എത്തനോളുള്ള ലേറ്റസ്റ്റ് ജനറേഷൻ ഫ്യൂവൽ നമുക്കിതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ മൈലേജാണ്. നമുക്കൊരു 65-നും 70-നും ഇടയിൽ മൈലേജ് ഒത്തിരി കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. 75-ന് മേളിൽ കിട്ടുന്ന കസ്റ്റമേഴ്സും നമ്മളുടെ ഇടയിലുണ്ട്. 2024 ഹോണ്ട Dio 125ൻ്റെ സീറ്റ് സ്റ്റോറേജ് 22 ലിറ്ററാണ് വരുന്നത്. ഓൾമോസ്റ്റ് സെയിം ടു സെയിം ആണ്. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 5.3 ലിറ്ററാണ്. ഫ്യൂൽ ടാങ്ക് എക്സ്റ്റേണലാണ്. നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല ഫ്യൂൽ ഫില്ല് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആവുകയും നമുക്ക് പെട്രോൾ അടിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആയതുകൊണ്ട് അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ZR 125നെ പോലെ തന്നെ ഈ സ്കൂട്ടറും E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. അതുകൂടാതെ OBD2 സെൻസറും ഇതിൽ വരുന്നുണ്ട്. E20 ഫ്യൂൽ സപ്പോർട്ട് ആയതുകൊണ്ട് നമുക്ക് ലേറ്റസ്റ്റ് ജനറേഷൻ 20% എത്തനോളുള്ള ഹൈ എഫിഷ്യൻസി ഫ്യൂലും ഈ സ്കൂട്ടറിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. മറ്റൊരു എടുത്ത് പറയാവുന്ന ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ റിയർ ഗ്രാബ് ഹാൻഡിൽസ് ആണ്. വളരെ സ്പോർട്ടി ആയിട്ടുള്ളതും നല്ല നീളവും വീതിയുള്ളതുമായ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്ലൂസി ബ്ലാക്ക് കളറുള്ള 2 ഗ്രാബ് ഹാൻഡിൽസ് ആണ് ഡിയോയിൽ വരുന്നത്. ഇനി മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ മൈലേജ് ഏകദേശം ഒരു 45-നും 50-നും ഇടയിലായിരിക്കും ഡിയോന് നിങ്ങൾക്ക് മൈലേജ് കിട്ടുന്നത്. മറ്റൊരു എടുത്ത് പറയുന്ന കാര്യം ഇതിൻ്റെ ഫുഡ് റെസ്റ്റാണ്. അലൂമിനിയം മെറ്റീരിയലുള്ള നല്ല ഹാർഡ് ആയിട്ട് സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യുന്ന ഫുഡ് റെസ്റ്റ് ഡിയോന് വരുന്നുണ്ട്. ഇനി ZRൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കാം. 0 to 60 കവർ ചെയ്യാനായിട്ട് ഈ സ്കൂട്ടറിന് വെറും 8 സെക്കൻഡ് മാത്രം മതി. വാഹനത്തിൻ്റെ എഞ്ചിൻ 125cc ഹൈബ്രിഡ് എയർ കൂൾഡ് എഞ്ചിനാണ്. പവർ 8.2 bhp വരുന്നുണ്ട്. ടോർക്ക് 10.3 Nm കിട്ടും. ഏറ്റവും ടോപ്പ് സ്പീഡ് വരുന്നത് 91 km ആണ്. മൈലേജ് ഞാൻ പറഞ്ഞ പോലെ 65-നും 70-നും ഇടയിലുള്ള നല്ലൊരു മൈലേജ് ഹൈബ്രിഡ് സ്കൂട്ടറായ ZR 125 2024 മോഡലിന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സ്കൂട്ടറിൻ്റെ ബാക്ക് സൈഡ് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി പൊക്കമുള്ളതാണ്, ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. അതുകൂടെ സസ്പെൻഷൻ്റെ പ്രൊട്ടക്ഷൻ ആയിട്ടൊരു അഡീഷണൽ റബ്ബറിൻ്റെ ഗാർഡ് കൂടെ വരുന്നുണ്ട്. ലോങ് സസ്പെൻഷൻ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ബമ്പുകളെല്ലാം ചാടിയാൽ തന്നെ വണ്ടിയും ഡാമേജ് ആവില്ല, നമുക്ക് ആ ചാട്ടം ഫീൽ ചെയ്യത്തുമില്ല. അതുകൂടാതെ നമ്മൾ സേഫ്റ്റിക്കായിട്ട് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചറൂടെ ZR 125 മോഡലിൽ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഇനി നമുക്ക് ഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിയോൻ്റെ എഞ്ചിൻ വരുന്നത്
123 cc മാത്രമാണ്. 0 to 60 എത്താനായിട്ട് നമുക്ക് 8.7 സെക്കൻഡ്സ് ആണ് എടുക്കുന്നത്. പവർ വരുന്നത് 6.8 കിലോ വാട്ടും ടോർക്ക് 10.4 ആണ്. രണ്ടിനും ടോർക്ക് സെയിം തന്നെയാണ്. ടോപ്പ് സ്പീഡ് 92 കിലോമീറ്റർ ആണ്. മൈലേജ് ഒരു 50-നും 55-നും ഇടയിലും വരുന്നുണ്ട്. ബാക്ക് സൈഡ് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷനാണിത്. 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിയോൻ്റെ സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ZR ആകുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ലോങ് ആയിട്ടുള്ള സസ്പെൻഷനാണ് സ്കൂട്ടറിന് വരുന്നത്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. ടയർ ഹഗ്ഗർ വരും. അത് കൂടാതെ കോമ്പി ബ്രേക്കിൻ്റെ സപ്പോർട്ടും ഡിയോ 125 2024 മോഡലിന് വരുന്നുണ്ട്. ഇനി നമുക്കിനി ടെയിൽ ലൈറ്റ് കൂടെ ഒന്ന് പരിശോധിക്കാം. ബാക്ക് സൈഡ് ടെയിൽ ലൈറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ ഓർമ്മ 2018-17 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്ന ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഹോണ്ട ഗ്രാസിയ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടെയിൽ ലൈറ്റ് ആണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അത് കൂടാതെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ പോർഷനിൽ ഒരു അഡീഷണൽ ആയിട്ട് ഒരു കാർബൺ ഫൈബറിൻ്റെ ട്രിം കൂടെ വരുന്നുണ്ട്. അതുകൂടാതെ താഴെയായിട്ട് നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ആ ഭാഗത്ത്, നമ്പർ പ്ലേറ്റ് കാണുന്ന ഭാഗത്ത് ഒരു ലൈറ്റ് കൂടെ വരുന്നുണ്ട്. 2021 മോഡൽ തൊട്ട് ഈ റൗണ്ടായിട്ടുള്ള ഗ്രാബ് റെയിലാണ് നമ്മുടെ ZRന് വരുന്നത്. ഇതിൻ്റെ ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹാലജൻ ബൾബ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ലോങ് ആയിട്ടുള്ള മഡ് ഗാർഡ് വരുന്നുണ്ട്. നമ്പർ പ്ലേറ്റിന് സെപ്പറേറ്റ് ലൈറ്റ് വരുന്നുണ്ട്. മഡ് ഗാർഡിൻ്റെ 2 സൈഡിലും അഡീഷണൽ ആയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള റിഫ്ലക്റ്റേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മഡ് ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടയറിൽ നിന്ന് ഓട്ടത്തിൽ മഴക്കാലത്തൊക്കെ ചെളി വെള്ളം കാര്യങ്ങളൊന്നും ഒരിക്കലും തെറിച്ച് അപ്പുറത്തുള്ള ബാക്കിൽ വരുന്ന പാസഞ്ചറിന് ഒരിക്കലും അടിച്ചു കൊള്ളില്ല. ആ ഒരു സാധനം കാരണമാണ്. കാരണം അത്രയ്ക്ക് നീളത്തിലുള്ള മഡ് ഗാർഡാണ് ബാക്ക് വരുന്നത്. ഒരു സ്പോർട്ടി സൈലൻസർ ഷീൽഡാണ് വരുന്നത്. സൈലൻസറിൻ്റെ നോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സൈലൻ്റാണ്. വണ്ടി സ്റ്റാർട്ടായെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ബാക്ക് സൈഡ് 110-90 10 ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. 130 mm ഡ്രം ബ്രേക്കും റിയർ സൈഡിൽ വരുന്നുണ്ട്. ബാക്ക് സൈഡ് ടയറിന് വണ്ണം കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും. കൂടാതെ കോർണറിങ്ങിൽ വണ്ടി ചരിക്കുമ്പോഴൊന്നും വണ്ടിയിൽ നിന്ന് വീഴാതെ വണ്ടിയുടെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹോണ്ട ഡിയോൻ്റെ സീറ്റിൻ്റെ താഴെയുള്ള പോർഷനിലെ ഗ്രാഫിക്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ബാക്ക് സൈഡ് സൈലൻസറിൻ്റെ ഡ്യുവൽ ടിപ്പ് മോഡലാണ് ഇപ്പോൾ വരുന്നത്. നല്ല സ്പോർട്ടി ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടാണ് വരുന്നത്. സൗണ്ട് നല്ലപോലെ മാറിയിട്ടുണ്ട്, പക്ഷേ നല്ല രസമാണ് കേൾക്കാനായിട്ട്. നല്ല സ്പോർട്ടിനെസ് ആണ്. സൈലൻസറിൻ്റെ പൈപ്പിനും ഫാനും പുതിയ മോഡൽ ഒരു ഷീൽഡ് വരുന്നുണ്ട്. നമ്മുടെ കാല് ഒരിക്കലും പൊള്ളാനുള്ള ചാൻസ് വളരെ കുറവാണ്. ടയർ ഹഗർ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ 2024 മോഡൽ വരുന്നുണ്ട്. ഇത് 2024 മോഡലാണെന്നുള്ളതിൻ്റെ ഒരു ബാർകോഡാണ് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ. 25-ാം തീയതിയാണ് ഇതിൻ്റെ 25 ജനുവരിയിൽ പ്രൊഡക്ഷൻ വന്നിരിക്കുന്ന വണ്ടിയാണ്. ബാക്ക് സൈഡ് ടയർ 90-110 ട്യൂബ്ലെസ് ടയറാണ്. 130 mm ഡ്രം ബ്രേക്ക് വരുന്നുണ്ട്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് വരും. അതുകൂടാതെ ബാക്ക് സൈഡ് മാറ്റ് ബ്ലാക്ക് കളറിലുള്ള സ്പോർട്ടി ആയിട്ടുള്ള അലോയ് വീൽസും വരുന്നുണ്ട്. ടയർ സൈസ് ഡിയോന് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ബാക്ക് സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാക്ക് സൈഡ് സസ്പെൻഷൻ ലോങ് വരുന്നത് ZRനാണ്. അതുപോലെ തന്നെ വലിപ്പമുള്ള ടയർ വരുന്നതും ZRനാണ്. ബാക്കി പവർ ടോർക്ക് കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ എൻജിൻ്റെ സൗണ്ട് തീരെ കുറവും ZR മോഡലിനാണ് വരുന്നത്. ഇനി നമുക്കൊരു കൺക്ലൂഷനിൽ എത്തേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സ്കൂട്ടർ 2024 ഡിയോ ആണോ ZR ആണോ? ഡിയോ സ്റ്റാൻഡേർഡ് മോഡൽ 1,07,000 രൂപ വരുമ്പോൾ ZR സ്റ്റാൻഡേർഡ് മോഡൽ അല്ലെങ്കിൽ ഡ്രം ബ്രേക്കിന് 1.10 വരുന്നുണ്ട്. ഡിയോ ഫുൾ ഓപ്ഷന് 1.16 വരും. ZR ഫുൾ ഓപ്ഷൻ ഹൈബ്രിഡ് മോഡലിന് 1.16,900 തന്നെയാണ്. ഏകദേശം 500 രൂപ താഴെ രണ്ട് സ്കൂട്ടറുകൾ തമ്മിൽ വിലയിൽ വ്യത്യാസമുള്ളൂ. നിങ്ങൾ പ്യൂർലി ഫീച്ചേഴ്സ്, മൈലേജ് എന്നുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ZR ഹൈബ്രിഡ് 125 മോഡലായിരിക്കും റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുക. അതുകൂടാതെ മറ്റൊരു കാര്യം വെച്ചാൽ ഒരു 3 വർഷം കഴിഞ്ഞ് വണ്ടി എടുത്തിട്ട് സെയിൽ ചെയ്ത് ഒരു നല്ല റീസെയിൽ വാല്യൂ കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഹോണ്ട ഡിയോയിലേക്ക് പോകേണ്ടി വരും. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണാം.